ആൾ പറഞ്ഞു കേട്ടെ, എനിക്ക് എന്തോ ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ് ചന്തുവിട്ട്. അത് കഴിഞ്ഞിട്ട് പറയാണ് ഇതാടോ മുസ്ലിം, കാഫിറിനോടുള്ള താങ്കളുടെ അറുപ്പും വെറുപ്പും എന്ത് വ്യക്തമായിട്ട് ആ ബോഡി ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നറിയോ? പട്ടിനടിക്കുന്ന പോലെ അടിക്കുന്ന ബാക്കി ഞാൻ പറയുന്നില്ല. ഇവിടെ നീ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. 500 വേണ്ട 300 രൂപ സ്വന്തം ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കാൻ. 4 വീടുണ്ടോ, ഒരൊറ്റ വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കിയിട്ടില്ല. അവരുടെ 4 വീടും അവർ സുഖമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പണിയെടുത്തുണ്ടാക്കി തന്നെയാണ്, അല്ലാതെ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുമല്ല. കഴിഞ്ഞ 21 വർഷം അവർക്ക് ചെലവിന് നീയാണോ അല്ലെ നിന്റെ വാപ്പയാണോ കൊണ്ടു കൊടുത്തത്? വീഡിയോ ഇടുന്ന ഒരാളല്ല ഞാൻ. കാരണം ദൈവം മനുഷ്യ ഹൃദയത്തിൽ വസിക്കുന്നു. ദൈവം മനുഷ്യ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആരെയും ഒന്നും വേദനിപ്പിക്കാൻ കഴിയത്തില്ല. പാവം ഒരു ചിന്ത ഉള്ളതുകൊണ്ട് മനുഷ്യനെ അങ്ങനെ വേദനിപ്പിക്കാറില്ല. മനുഷ്യനെ അങ്ങനെ വേദനിപ്പിക്കാറില്ല. ഈ ചിത്രം ഏതാണ് നോക്കിയേ, ഈ ചിത്രം കണ്ട. ഇതേ ക്ലോക്ക് വെക്കാൻ വേണ്ടി ആണി അടിക്കാൻ നേരത്ത് ചേച്ചി സ്റ്റൂളിൽ നിന്ന് തന്നെ മറിഞ്ഞു വിടപ്പം പറ്റിയ പാടാ. ഇവൻ തല്ലിയാണെന്ന് ലോകത്ത് ആർക്കും അറിയാൻ വയ്യാത്. അതുകൊണ്ടാണ് ചക്കര തുറന്ന് പറയണ്ടേ, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് തുറന്ന് പറയണം. ഇങ്ങനെ ഒന്നും പറയല്ലേ, ദേഷ്യം വരും. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുപ്രസിദ്ധ ദാമ്പത്യ വിദഗ്ധൻ, കുടുംബ സമാധാന പ്രാർത്ഥനാ വിദഗ്ധൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ മാരിയോ ജോസഫ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയായ എന്നാൽ ജന്മം കൊണ്ട് മുസ്ലിമായ ഒരു സുലൈമാനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അദ്ദേഹത്തിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു സൂര്യപ്രകാശത്തിൻ്റെ അംശം പോലും, അത്തരം ഒരു ചാൻസ് പോലും കിട്ടിയാൽ വീണ്ടും ഇവർ രംഗപ്രവേശനം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ സത്യമായിരിക്കുന്നു. വീണ്ടും സുവിശേഷ പ്രാസംഗിക എല്ലാ പരിപാടികളുമായിട്ട് അദ്ദേഹം വീണ്ടും രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ അറിയാത്തവർക്കായിട്ട് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറയാം. അദ്ദേഹത്തിൻ്റെ പേര് സുലൈമാൻ എന്നാണ്. അദ്ദേഹം ജനിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിലാണ്. അതിനുശേഷം അദ്ദേഹത്തിന് പ്രായപൂർത്തിയായ സമയത്ത് പൈസകളെല്ലാം ഉണ്ടാക്കാനുള്ള പെട്ടെന്നുള്ള മറ്റൊരു മാർഗം തേടി അദ്ദേഹം ക്രിസ്ത്യൻ മതത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നു. അവിടെ ഒരു പാസ്റ്റർ ജോലിയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. എന്നാൽ അതൊന്നും അദ്ദേഹത്തിന് മതിയാവുന്നില്ല. അദ്ദേഹത്തിന് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പെട്ടെന്ന് അവിടെ ഒരു ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് ഫണ്ടുകൾ അദ്ദേഹം പിരിക്കുകയാണ്. അതിൻ്റെ പേരായിരുന്നു ഫിലോക്കാലിയ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് രൂപീകരിച്ചത്. അതിൻ്റെ പേരിൽ ഫണ്ട് സ്വീകരിക്കുന്നു. അതുമായി ബന്ധിപ്പിച്ച് പാവപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് വീടുകളെല്ലാം ഉണ്ടാക്കി നൽകുന്നു. വലിയ വലിയ ഫാമിലി ക്ലാസ്സുകളെല്ലാം എടുക്കുന്നു. അതുമായതിനു ശേഷമാണ് ഡയറക്ടർ ബോർഡിൽ നിന്നും സ്വന്തം ഭാര്യയായ ജിജോ മാരിയ എന്ന് പറയുന്ന ആളെ മാറ്റി നിർത്തിക്കൊണ്ട് അജ്മൽ എന്ന് അറിയുന്ന ആളെ ഡയറക്ടർ ബോർഡിലേക്ക് കയറ്റുന്നു. അതുമായി ബന്ധപ്പെടുത്തി അവർ തമ്മിൽ അടിപിടി ഉണ്ടാവുന്നു. സ്വന്തം TV സ്റ്റാൻഡിൻ്റെ ബോക്സ് എടുത്തുകൊണ്ട് അടിച്ചിട്ട് സ്വന്തം ഭാര്യയുടെ തല പൊട്ടിച്ച ഒരു ക്രിമിനലാണ് ഈ വൃത്തികെട്ട നമ്മുടെ മാരിയോ ജോസഫ് എന്ന് പറയുന്ന സുലൈമാൻ എന്ന് തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറയുകയാണ്. എന്തിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അദ്ദേഹം ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തത് നമ്മുടെ അൻസാർ സുഹരി ഉസ്താദ് എന്ന് പറയുന്ന ഇസ്ലാം മത പണ്ഡിതനെ വളരെ മോശമായ ഭാഷയിൽ, വളരെ വൃത്തികെട്ട ഭാഷയിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ വാപ്പയും വരെ വിളിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിൽ കാണാൻ വേണ്ടി സാധിച്ചു. തീർച്ചയായിട്ടും അതിനെതിരെ 2 വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇദ്ദേഹം ഒരു ഫ്രോഡാണെന്ന് ഇന്ന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അടക്കമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. സ്വന്തം ഭാര്യയായ ജിജോ മാരിയ എന്ന് പറയുന്ന ആ സഹോദരി തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പ് വന്ന് നമ്മോട് പറഞ്ഞതാണ് ഇദ്ദേഹം അത്രയും വലിയ ഒരു കള്ളനാണ് എന്ന സത്യം. നമുക്ക് ആദ്യമായിട്ട് അദ്ദേഹത്തിനെതിരെ നമ്മുടെ അൻസാർ സുഹരി ഉസ്താദ് റിയാക്ട് ചെയ്ത ഒരു വീഡിയോ നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണാം. ഞാൻ തിരിച്ചൊന്നും ട്രോളാൻ പോയിട്ടില്ല, കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട്, മറ്റു മതങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ വ്യക്തികളെ പൊതുവെ അങ്ങനെ വിമർശിച്ചൊന്നും ചെയ്യാറില്ല. നല്ല മനസ്സിലായി, നല്ല മനസ്സിലായി, മനസ്സിലല്ലേ? ഇതാണ് ഫാദർ സോളമൻ, ഇപ്പോൾ മാരി ജോസഫാണ്. എന്തോ ആയിക്കോട്ടെ. ഇദ്ദേഹം എൻ്റെ ഒരു വീഡിയോയുടെ ഒരു ഭാഗം എടുത്ത് വെച്ചുകൊണ്ട് റിയാക്ട് ചെയ്തു. ഞാൻ മുസ്ലിം ഉമ്മത്തിനോട് പറയുകയാണ്, ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകളുടെ കലാപരിപാടികൾ വിജയിപ്പിക്കുന്നതിൽ 99% നമ്മുടെ കൗമാണെന്ന് ഓർത്തുകൊണ്ട് വേണം. ആർക്കും വേണ്ടാത്ത ക്രൈസ്തവ സമൂഹത്തിലേക്ക് പോയിട്ടും അവർക്ക് തന്നെ ഇദ്ദേഹത്തിൻ്റെ കാപട്യം പൂർണ്ണമായി ബോധ്യപ്പെട്ടതാണ്. ചാരിറ്റി എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അധിപനായി എല്ലാ കാലത്തും വിഹരിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ഈ മൃദുലതയുടെ സമഭാവനയുടെ മുഖത്തിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിനൊരു ക്രൂരമുഖമുണ്ടെന്ന് സ്വന്തം ഭാര്യ ജിജി മരിയോ പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ ആരും ട്രോളാറില്ല, ഒന്നും പറയാറില്ല. അതിനുശേഷം ഒരു വാക്കും കൂടെ പറയുന്നുണ്ട്. വീഡിയോ ഇടുന്ന ഒരാളല്ല ഞാൻ. കാരണം ദൈവം മനുഷ്യ ഹൃദയത്തിൽ വസിക്കുന്നു. ദൈവം മനുഷ്യ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആരെയും ഒന്നും വേദനിപ്പിക്കാൻ കഴിയത്തില്ല. പാവം ഒരു ചിന്ത ഉള്ളതുകൊണ്ട് മനുഷ്യനെ അങ്ങനെ വേദനിപ്പിക്കാറില്ല. മനുഷ്യനെ അങ്ങനെ വേദനിപ്പിക്കാറില്ല. ഈ ചിത്രം ഏതാണ് നോക്കിയേ, ഈ ചിത്രം കണ്ട. ഇതേ ക്ലോക്ക് വെക്കാൻ വേണ്ടി ആണി അടിക്കാൻ നേരത്ത് ചേച്ചി സ്റ്റൂളിൽ നിന്ന് തന്നെ മറിഞ്ഞു വിടപ്പം പറ്റിയ പാടാ. ഇവൻ തല്ലിയാണെന്ന് ലോകത്ത് ആർക്കും അറിയാൻ വയ്യാത്. TV ബോക്സ് കൊണ്ട് അടിച്ച് തല പൊളിച്ച് അവർ കൊല്ലാക്കൊണ്ട് ചെയ്ത സ്വന്തം ഭാര്യനെ ഈ മനുഷ്യനാണ് വന്നിട്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ലെന്ന് ആളുകളുടെ മുമ്പിൽ. അപ്പം അങ്ങനെയൊക്കെ എല്ലാ കാലത്തും മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച ഫാദർ സോളമൻ മാരിയോ ജോസഫ് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കപടമുഖം അഴിഞ്ഞു വീണു. ക്രൈസ്തവരും ഹൈന്ദവ സഹോദരി, ഈ നാട്ടിലുള്ള മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യനും എതിരായ സമയത്ത് ഇനി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നപ്പോൾ എന്ത് ചെയ്തു? നമ്മളെന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മളെന്ന് ഉപദേശിക്കുന്ന രൂപത്തിൽ ഉപദേശത്തിന്റെ കോലം പറയാൻ പോണത്. എന്ത് വിഷയത്തിലാണ് ഉപദേശിക്കാൻ വരുന്നത്? മാന്യന്മാർ പറയുകയാണെങ്കിൽ നമുക്കത് കേൾക്കാം.
അങ്ങനെ അദ്ദേഹം ഉപദേശിക്കാൻ വന്നത് കേട്ടോ. ആശയങ്ങൾ മാത്രമേ ഡിഫെൻഡ് ചെയ്യാറുള്ളൂ. ഇത് ആദ്യമായിട്ട് ഇദ്ദേഹത്തെ വിമർശിക്കുകയല്ല, ഇദ്ദേഹത്തിന്റെ ഹാസ്യപരമായ സംസാര ശൈലി ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയത്. എന്നെ ഇഷ്ടമാണ് ഇവർക്ക്. എന്നോട് ദേഷ്യമൊന്നുമില്ല, എന്നോട് എന്റെ കൊണ്ടോ വലിയ ഇഷ്ടമാണ്. ലവ് യു ബോബി. ഇടക്കിടക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ കണ്ട് ഒത്തിരി പ്രാവശ്യം ഞാൻ തന്നെ പറയണമെന്ന് വിചാരിച്ച കാര്യം അദ്ദേഹം പറയുന്ന കണ്ടൊക്കെ അദ്ദേഹത്തിന് പറയണമെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ടെന്നാ. സൂപ്പർ. ഹാസ്യപരമായ സംസാര ശൈലി ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. ലവ് യു ബേബി. ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ആണോ? ആയിക്കോട്ടെ. ഇടക്കിടക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ കണ്ട് ഒത്തിരി പ്രാവശ്യം ഞാൻ തന്നെ പറയണമെന്ന് വിചാരിച്ച കാര്യം അദ്ദേഹം എന്നിട്ട് എന്തുകൊണ്ടാണ് ചക്കര തുറന്ന് പറയണ്ടേ? ഇഷ്ടമാണെന്ന് തുറന്ന് പറയണം. ഇങ്ങനെ ഒന്നും പറയല്ലേ, ദേഷ്യം വരും. ഇഷ്ടം തോന്നി. ഇപ്പോൾ ഈ വീഡിയോയിൽ തീർച്ചയായിട്ടും വളരെ രസകരമായ രീതിയിൽ തന്നെയാണ് അൻസാർ സുഹരി ഉസ്താദ് അദ്ദേഹത്തിനെതിരെ റിയാക്ട് ചെയ്തിരിക്കുന്നത്. അസഭ്യമായ ഒരു ഭാഷാ പ്രയോഗവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ സംപ്രേഷണം ചെയ്തത്. ഇതിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാട്യവുമെല്ലാം വളരെ വ്യക്തമായിട്ട് പൊളിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടു. അതാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം ഭാര്യയുടെ തല അടിച്ച് പൊട്ടിച്ച മനുഷ്യനാണ് ഞാൻ. ഒരിക്കലെയും വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്ന പോലെ വീഡിയോ ഞാൻ ചെയ്യാറില്ല. കാരണം വ്യക്തികളുടെ ഉള്ളിലാണ് ദൈവമിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഒരു പ്രാസംഗികനാണ് ഇദ്ദേഹം എന്നുള്ള ഒരു കാപട്യം അത് ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക അത് തന്നെയാണ് ഈ അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ പരിപാടി. ഇദ്ദേഹം നടത്തിയ പ്രാസംഗവും അതുപോലെ തന്നെ കുടുംബ സമാധാന യോഗങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം സ്വന്തം ഫാമിലിയുടെ കാര്യങ്ങൾ വന്നപ്പോഴാണ് കാര്യങ്ങൾ എല്ലാം മാറി മറിഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ഇതിൻ്റെ അവസാനം ഞാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ വർത്തമാനം കേട്ടതിന് ശേഷം അദ്ദേഹം ആദ്യം തന്നെ അൻസാർ സുഹരി ഉസ്താദിനെ അഭിസംബോധന ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. ഇവിടെ തീവ്രവാദം അല്ലെങ്കിൽ ഭീകരവാദം എന്ന് പറയുന്ന ഒരു ബസൂരി വബാ ഉണ്ട്. അത് പിടിപെട്ട ഒരു ഉസ്താദ് എനിക്ക് മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഉസ്താദിന്റെ തമാശകൾ ഭയങ്കര രസമാണ്. ഉസ്താദ് എന്ന് വിളിക്കണോ ഉസ്തു എന്ന് വിളിക്കണോ എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. കേട്ടില്ലേ എത്ര പ്രകോപനപരമായ രീതിയിലാണ് അദ്ദേഹം തുടങ്ങി വെച്ചത് എന്ന് നിങ്ങൾ കണ്ടു കാണും. അദ്ദേഹത്തെ തീവ്രവാദി വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, വിഭാഗമല്ല വിഭാഗമാണ്. അത് നമ്മുടെ അസാമിയൊന്ന് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹത്തെ ഉസ്താദ് എന്ന് വിളിക്കണോ ഉസ്തു എന്ന് വിളിക്കണോ ഒക്കെ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങി വെക്കുന്നത്. ഈ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ഒരിക്കലും ഒരു അച്ഛനോ അല്ലെങ്കിൽ ഒരു പാസ്റ്റർക്കോ അതുമല്ലെങ്കിൽ ഒരു സുവിശേഷകനോ ഒന്നും തന്നെ ചേർന്ന ഒരു പദപ്രയോഗമല്ല എന്ന് തുടക്കത്തിലേ ഞാൻ പറയുകയാണ്. ഇനി എനിക്കൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, ഏതെങ്കിലും നല്ലവരായ കൈസവ സുഹൃത്തുക്കൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ക്ഷമിക്കണം. കാരണം ഇവനെപ്പോലുള്ള തെമ്മാടികൾക്ക് ഇതിൽ കുറഞ്ഞ ഭാഷയിൽ ഒരിക്കലും നമുക്ക് മറുപടി പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഇനി ഈ വൃത്തികെട്ടവൻ പറയുന്ന ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. വിമർശിക്കുകയല്ല, ഇദ്ദേഹത്തിന്റെ ഹാസ്യപരമായ സംസാര ശൈലി ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയത്. എനിക്ക് ഇഷ്ടമാണ് ഇവർക്ക്. എന്നോട് ദേഷ്യമൊന്നുമില്ല, എന്നോട് എന്റെ കൊണ്ടോ വലിയ ഇഷ്ടമാണ്. അതൊന്നും കൂടെ കേൾക്കണേ. ആൾ പറഞ്ഞു കേട്ടെ, എനിക്ക് എന്തോ ഇഷ്ടമാണ് ചന്തുവിട്ട്. അത് കഴിഞ്ഞിട്ട് പറയാണ് ഇതാടോ മുസ്ലിം, കാഫിറിനോടുള്ള താങ്കളുടെ അറപ്പും വെറുപ്പും എന്ത് വ്യക്തമായിട്ട് ആ ബോഡി ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നറിയോ. ഇതിൻ്റെ പേരാടോ വർഗീയത എന്നത്. ഇതിൻ്റെ പേരാ ചങ്ങാതി വർഗീയത. താനൊന്നും ഈ തലപ്പാവ് നിട്ട് നടക്കാൻ പറ്റിയൊരു മൂമിനൊന്നും അല്ല, ഒരു സംശയം വേണ്ട. വെറുപ്പ് ഉള്ളിൽ സൂക്ഷിച്ചിട്ട് മറ്റുള്ളവരെ ഹാസ്യപരമായി കളിയാക്കി നാണം കെടുത്തി എൻജോയ് ചെയ്യുന്ന സാധനമാണ് താൻ. 500 രൂപ വേണ്ട, സ്വന്തം ഭാര്യക്ക് 100 രൂപ അങ്ങനെ ചെലവിന് കൊടുക്കണ സുലൈമാനെ. സ്വന്തം ഭാര്യ TV ബോക്സിൽ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി അവളിപ്പോ ചെലവിന് സ്വന്തം ജീവിക്കാൻ വേണ്ടി അച്ചാർ കച്ചവടം നടത്തുകയാണ്. പട്ടിനടിക്കുന്ന പോലെ അടിക്കുന്ന ബാക്കി ഞാൻ പറയുന്നില്ല. ഇവിടെ നീ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. 500 വേണ്ട, 300 രൂപ സ്വന്തം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ. 4 വീടുണ്ടോ, ഒരൊറ്റ വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കിയിട്ടില്ല. അവരുടെ 4 വീടും അവർ സുഖമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പണിയെടുത്തുണ്ടാക്കി തന്നെയാണ്, അല്ലാതെ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുമല്ല. കഴിഞ്ഞ 21 വർഷവും അവർക്ക് ചെലവിന് നീയാണോ അല്ലെ നിന്റെ വാപ്പയാണോ കൊണ്ടു കൊടുത്തത്? അവർ അന്തസ്സായി ജീവിക്കുന്നത്. ഇനി നീ നിന്റെ ഭാര്യനെ ഒരു കറുത്ത ചാക്കിനകത്ത് പൊതിഞ്ഞിട്ട് ഒരു മുറിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ ഈ അടുക്കളയിൽ മാത്രം. നിന്റെ ഭാര്യനെ പുറത്തു കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ സ്വാതന്ത്ര്യത്തോടെ കൊണ്ടുവരാൻ തനിക്ക് പറ്റുമോ? സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പരസ്യമായിട്ട് ബിസിനസ് ചെയ്യിപ്പോൾ പുറത്തിറക്കാൻ തനിക്ക് പറ്റുമോ? തനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ല, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാര്യം അപ്പോൾ അൻസാർ സുഹരി ഉസ്താദ് പറഞ്ഞ കാര്യം 100% സത്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം. കാരണം സ്വന്തം ഭാര്യയ്ക്ക് 300 രൂപ കൊടുക്കാത്ത ഇവനാണോ ഇത്തരത്തിൽപ്പെട്ട പ്രാസംഗികനുമായി നടക്കുന്നത് എന്ന അൻസാർ സുഹരി ഉസ്താദ് ചോദ്യ സത്യമാണ്. കാരണം സ്വന്തം വീടിൻ്റെ അല്ലെങ്കിൽ പൈസ അടവ് അടയ്ക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ അച്ചാർ കച്ചവടം തുടങ്ങിയത് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടത് നിങ്ങളുടെ ഭാര്യയായ ജിജി മാരിയോ എന്ന് പറയുന്ന ആളാണ്. ആ പോസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം. അച്ചാർ കച്ചവടം തുടങ്ങിയിട്ടാണ് അവർ ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് വളരെ വൃത്തികെട്ട ഒരു വർത്തമാനം പറഞ്ഞു. അതിൻ്റെ ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നിങ്ങൾ പറയുകയാണ് കാഫിറിനോട് അറപ്പാണ് എന്ന് നിങ്ങൾ പറയുകയാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരൻ. ആ സഹോദരൻ ഉസ്താദിൻ്റെ വീട്ടിൽ പോയതിനു ശേഷം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഇത്രയും നല്ല ഒരു മതസാഹോദര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അത്രയ്ക്കും ഹൈന്ദവ സഹോദരങ്ങളെയും ക്രിസ്ത്യൻ സഹോദരങ്ങളെയും എല്ലാം ചേർത്തു പിടിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ അൻസാർ സൂരി ഉസ്താദ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന ആർക്കും ഒരു തർക്കവും ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. പിന്നെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ തൊട്ടിട്ട് തീർച്ചയായിട്ടും വൃത്തികെട്ട രീതിയിലുള്ള കുറച്ച് വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് വന്നു. നിങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ കറുത്ത ചാക്കും കെട്ടി വീട്ടിലിരിക്കുകയാണ്, സോഷ്യൽ മീഡിയയ്ക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നൊക്കെ വെല്ലുവിളി നിങ്ങൾ ഉയർത്തുന്നു. പക്ഷേ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ചെയ്ത ചേൽ തീർച്ചയായിട്ടും കേരളത്തിലെ സമൂഹം മറക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇനി ആരെങ്കിലും അത് കണ്ടിട്ടില്ല എങ്കിൽ ഇതാ കണ്ടോളൂ. ഇതാണ് നമ്മുടെ സുവിശേഷകൻ്റെ യഥാർത്ഥ രൂപം. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു കാണും. അടിച്ച് തല പൊട്ടിച്ച് ചോരയുമായി വാർന്നു നിൽക്കുന്ന അവരുടെ ജ്യേഷ്ഠത്തെയോ അഞ്ചത്തെയോ അവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണ് നിങ്ങൾ കണ്ടത്. ഇതുപോലെയാണോ അൻസാർ സൂരി ഉസ്താദിൻ്റെ ഭാര്യ വളരെ വൃത്തിയിൽ വളരെ സന്തോഷവതിയായിട്ട് അദ്ദേഹത്തിൻ്റെ വീടിൽ അദ്ദേഹത്തിൻ്റെ കുട്ടികളെയും നോക്കിക്കൊണ്ട് വളരെ സമാധാനത്തോടു കൂടി ജീവിക്കുകയാണ്? നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ കാട്ടിക്കുട്ടിയ ഈ ചേലൊന്നും ഒരിക്കലും നമുക്ക് മറ്റൊരാളുടെ മേൽ ഒരിക്കലും പറഞ്ഞു തീർക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇതാണോ സന്തോഷം? ഇതാണോ നിങ്ങൾ പറഞ്ഞ 4 വീട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് അവളുടെ വീടിൽ നിന്ന് കൊണ്ടുവന്നാൽ അവൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് പോയതിനു ശേഷം വളരെ സന്തോഷകരമായിട്ട് സ്വന്തം അധ്വാനം കൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് വളരെ സുഭിക്ഷമായിട്ട് 2 കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി ജീവിച്ചു പോകുന്നുണ്ട് സാർ. അത് താങ്കളൊന്ന് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുന്ന എല്ലാ സുഹൃത്തുക്കളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇദ്ദേഹത്തിൻ്റെ കാപട്യ മുഖം തീർച്ചയായിട്ടും കേരള സമൂഹം ഒന്ന് കണ്ടറിയുക തന്നെ വേണം. ഇനി അവസാനമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയോട് അൻസാർ സൂരി ഉസ്താദ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച്. അതുകൂടി കാണും. ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകളുടെ കലാപരിപാടികൾ നല്ല മനസ്സിലല്ലേ? ഇതാണ് ഫാദർ സോളമൻ. ഇപ്പോൾ കേട്ടാ, ഈ നല്ല മനുഷ്യനെ മനസ്സിലായില്ലേ? അദ്ദേഹമാണ് ഫാദർ സോളമൻ. എൻ്റെ പൊന്നു ചങ്ങാതി, ഞാൻ ഇന്ന് വരെ ഫാദർ എന്ന് എന്നെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. 2, ഇന്ന് വരെ എനിക്ക് സോളമൻ എന്നൊരു പേരുണ്ടായിട്ടില്ല. എനിക്ക് ജന്മം തന്ന ഉമ്മയും ബാപ്പയും എനിക്ക് സുലൈമാൻ എന്ന് പേരിട്ട് 18 വയസ്സ് കഴിഞ്ഞ് പ്രായപൂർത്തിയായി എനിക്ക് ആ പേര് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് മാരിയോ ജോസഫ് എന്നാക്കി. നിങ്ങളാരാ കോയ എനിക്കൊരു പുതിയ പേരിടാൻ? അങ്ങനെ നിങ്ങളുടെ ബാപ്പ പോയ വഴിക്ക് ഉണ്ടായതൊന്നുമല്ല ഞാൻ നിങ്ങൾക്ക് തോന്നിയ പേര് വിളിക്കാൻ. ബാക്കി കേൾക്കണ്ടേ? കേട്ടോ. ജോസഫാണ്. എന്തോ ആയിക്കോട്ടെ, മുസ്ലിം ഉമ്മത്തിനോട് പറയുകയാണ്, ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകളുടെ കലാപരിപാടികൾ വിജയിപ്പിക്കുന്നതിൽ 99% നമ്മുടെ കൗമാണെന്ന് ഓർത്തുകൊണ്ട് വേണം. ഉമ്മത്തിനോട് കൗമ് 2 അറബി വാക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല, ഈ കോയമാർക്കേ മനസ്സിലാവുള്ളൂ. ഞാൻ കാര്യം പറയാം. ഇയാൾ പറയാണ് എൻ്റെ മുഴുവൻ വീഡിയോയും വിജയിപ്പിച്ച് തന്ന 99% വിജയിപ്പിച്ച് തന്നത് ഇങ്ങേരുടെ കൗമാണ്, മുസ്ലിങ്ങളാണെന്ന് എന്ന് പറഞ്ഞാൽ ഇങ്ങേര് പച്ചക്ക് മുസ്ലിങ്ങളോട് പറയുന്നത് ഇവൻ്റെ വീഡിയോ കാണല്ലേ, നിങ്ങളത് പ്രചരിപ്പിക്കല്ലേ എന്ന്. എൻ്റെ പൊന്നു ചങ്ങാതി, നിങ്ങളുടെ കാക്കന്മാരെ കൊണ്ട് പൊറുതി പൊട്ടിയിട്ട് എനിക്ക് ഫേസ്ബുക്ക് തുറക്കാൻ വയ്യ. അവന്മാരോടൊന്ന് ഇറങ്ങി പോകാൻ പറയുന്നതാണ് എനിക്ക് സന്തോഷം. അറിയാം നിങ്ങൾക്ക്? കാരണം 5000 കമൻ്റാടോ വന്നിരിക്കുന്നത്. ആ 5000 കമൻറ്റും നിങ്ങളുടെ ഉമ്മത്തിൻ്റെ വൃത്തികെട്ട വർത്താനാടോ, ഒരു ഡിക്ഷണറിയിലും ഇല്ലാത്തത്, അവരെ തിരുത്താൻ കഴിവില്ലാതെ ഈ തൊപ്പിയും തലക്കെട്ടും കെട്ടിക്കൊണ്ട് എന്ത് ഉസ്താദാടോ ഞാൻ? അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ് ഉമ്മത്ത് അല്ലെങ്കിൽ കൗമ് എന്നൊക്കെ പറയുന്ന അറബി വാക്കുകളെ കുറിച്ചൊക്കെ വളരെ പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്. കാരണം അദ്ദേഹം മുസ്ലിം ആയിരുന്നു. അതൊക്കെ പഠിച്ചതിന് ശേഷമാണല്ലോ ഇങ്ങോട്ട് പോയത്. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ചെറിയ പാണ്ഡിത്യമൊക്കെ കാണും. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയുകയാണ്, അൻസാർ സൂരി ഉസ്താദ് പറഞ്ഞത് സത്യമാണ്. ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരുടെ വീഡിയോ കണ്ട് വിജയിപ്പിക്കുന്നതിൽ 90% മുസ്ലിം സഹോദരങ്ങളാണ് എന്ന് അൻസാർ സൂരി ഉസ്താദ് പറഞ്ഞത് ഞങ്ങളോടാണ്, മുസ്ലിം സഹോദരങ്ങളോടാണ്. അദ്ദേഹത്തിന് അത് പറയാനുള്ള കർത്തവ്യവും കർമ്മവും അധികാരവും എല്ലാം ഉണ്ട്. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ പറയുന്നു അത് നിർത്തിക്കാനുള്ള അധികാരമില്ലാത്ത താങ്കൾ എന്ത് ഉസ്താദാണ് എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നില്ലേ? അത് നിർത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം ഞങ്ങളെപ്പോലുള്ള സാധാരണ ജനങ്ങളോട് അഭ്യർത്ഥന അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നടത്തിയത്. അതിൽ എന്താണ് തെറ്റ്? അതിൽ നിങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. കാരണം നിങ്ങളൊരു മനുഷ്യത്വ രഹിതമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് സ്വന്തം ഭാര്യയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞതുപോലും കേരള സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. നിങ്ങളെന്താണ് പറഞ്ഞത്?
നിങ്ങളുടെ ഭാര്യ കുടിക്കുന്ന കള്ളിൻ്റെ കുപ്പിയുടെ എണ്ണം കണ്ടാൽ തല നെട്ടിപ്പോകുമെന്നും അതുപോലെ തന്നെ അവർ എന്നെ ഉപദ്രവിച്ചു, കത്തിയെടുത്ത് കുത്തി, മറ്റേതാക്കി, ആനാക്കി, കുതിരാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന ഇൻ്റർവ്യൂ കൊടുത്ത മനുഷ്യനാണ് നിങ്ങൾ അന്ന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഒരു ഫോട്ടോമാണ് ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നത്. അതൊന്നും ആരും മറന്നു കാണാൻ സാധ്യതയില്ല. അത്രയ്ക്ക് മോശമായ രീതിയിൽ ജിജോ മേരിയോ എന്ന് പറയുന്ന താങ്കളുടെ ഭാര്യയെക്കുറിച്ച് പോലും നിങ്ങൾ എത്ര വൃത്തികേടുകളാണ്, നിങ്ങൾ അവർ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളെക്കുറിച്ചും ആ സംഘടനയിൽ നിന്ന് അടിച്ചു മാറ്റിയ പൈസകളെക്കുറിച്ചും അവർ ചെയ്ത വേണ്ടതായത്തെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ വന്ന് പറയുന്നത് നമ്മൾ കണ്ടു. ഇതാണോ സ്നേഹം? ഇതാണോ ദാമ്പത്യം? നിങ്ങളെന്താണ് പ്രസംഗിക്കുന്നത്? നിങ്ങളെന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ജീവിതവുമായിട്ട് യാതൊരു കാരണവശാലും ബന്ധപ്പെടുത്തി പോകാൻ വേണ്ടി സാധിക്കുകയില്ല. അത് കേരള സമൂഹം കണ്ടറിഞ്ഞതാണ്. നിങ്ങൾ സ്വയം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതും നിങ്ങൾക്ക് സുവിശേഷം പറയാനും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടും അതിനെ ചട്ടുകമാക്കാൻ വേണ്ടി നിങ്ങൾ നോക്കിയ ഒരാളെന്ന് പറയുന്നത് അൻസാർ സോഹരി ഉസ്താദിനെ നിങ്ങൾക്ക് തെറ്റിപ്പോയി, ആളെ സെലക്ഷനിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അദ്ദേഹത്തിന് നിങ്ങളുടെ ക്രൈസ്തവ ഇടയിലുള്ള അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരന്മാരുടെ ഇടയിലുള്ള ഒരു സ്ഥാനം പോലും താങ്കൾക്ക് താങ്കളുടെ കുടുംബത്തിൽ പോലും ഇല്ല എന്ന് താങ്കളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിർദ്ദേശങ്ങളായി കമൻറ്റുകളായി നിങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.